മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യൻ പ്രതിരോധ രംഗം വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത്. അതായത് തദ്ദേശീയമായിട്ട് നമുക്ക് വിമാനങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും സാധിച്ചു. ഇന്ത്യയുടെ ഈ നീക്കം ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ വൻകിട രാജ്യങ്ങളെ വല്ലാതെ അസൂയപ്പെടുത്തി. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന സാങ്കേതിക പരിജ്ഞാനം ഇന്ത്യയും സ്വായത്തമാക്കുന്നു. ഇന്ത്യയിലും മികച്ച ആളുകളൊക്കെ ഉയർന്നു വരുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവിടെ നമ്മുടെ ഒരു ഫൈറ്റർ ജെറ്റ് അപകടത്തിൽപ്പെടുന്നു, തേജസ്. ദുബായിലെ എയർ ഷോയ്ക്കിടയിലാണ് ഇത് തകർന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാസഞ്ചർ വിമാനമൊന്നുമല്ല, ഒരു യുദ്ധവിമാനം തകരുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നെഞ്ചകം തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ്. ആ പൈലറ്റിന് വേണമെങ്കിൽ രക്ഷപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം, പക്ഷേ ആ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനത്തിലുള്ള ആ വിശ്വാസം കാരണമായിരിക്കാം അദ്ദേഹം എജക്ട് ചെയ്യാഞ്ഞ്. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും 30 വർഷക്കാലം നീണ്ടു നിന്ന ഗവേഷണ പ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ് തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതിൻ്റെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്തത്. ബാക്കി 70% തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ച യുദ്ധവിമാനമാണ്. ഈ വിമാനത്തിൻ്റെ മികവ്, സുരക്ഷാ റെക്കോർഡ് ഒക്കെ തന്നെ ലോകത്തെ രാജ്യങ്ങളെ ഞെട്ടിച്ചതാണ്. ഇതിനു മുമ്പ് രാജസ്ഥാനിലെ ജയ്സാൽമാറിൽ ഒരു ജനവാസ കേന്ദ്രത്തിന് സമീപം ഈ തേജസ് യുദ്ധവിമാനത്തിന് തകർച്ചയുണ്ടായി, അല്ലെങ്കിൽ ആ വിമാനം തകർന്നു. അന്ന് പക്ഷേ പൈലറ്റ് എജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴാണ് ഒരു യുദ്ധവിമാനം തകരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയിൽ 2 യുദ്ധവിമാനങ്ങൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ തേജസ് യുദ്ധവിമാനം ആവശ്യപ്പെട്ട് നിരവധി രാജ്യങ്ങൾ നമ്മളെ സമീപിച്ചിരുന്നു. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ. ഈ ഒരൊറ്റ അപകടം കൊണ്ട് അതെല്ലാം തന്നെ എതിർക്കപ്പെടുമോ എന്നുള്ളതാണ് സംശയിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പാകിസ്ഥാൻ മനസ്സുള്ള നിരവധി ആൾക്കാരാണ് അന്ന് യുദ്ധവിമാനം തകർന്നപ്പോൾ വലിയ വിമർശനവുമായിട്ട് രംഗത്തെത്തിയത്. കൈകൊട്ടിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചെയ്താൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ പോലും അത്തരത്തിൽ ഒരു അപകടമുണ്ടായപ്പോൾ അതിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷമം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ല എങ്കിൽ അതിനെ കുറച്ച് ഗൗരവമായിട്ട് നമ്മൾ കാണണം. കാരണം ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനി എയർഫോഴ്സ് നടത്തുന്ന അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റൂ. കോർട്ട് ഓഫ് ഇൻക്വയറി നടത്തണം. കോർട്ട് ഓഫ് ഇൻക്വയറി സമഗ്രവും വേഗത്തിലുള്ളതുമായിരിക്കണം. അങ്ങനെ നടന്നാൽ ഈ അപകടത്തിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകാം. ഒന്നുകിൽ ഹ്യൂമൻ എറർ ആകാം, അതല്ല എങ്കിൽ നിർമ്മാണത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. കൂടാതെ മറ്റ് ടെക്നിക്കൽ ഫെയിലിയർ ആണെങ്കിൽ അത് കണ്ടെത്തണം. എന്തായാലും വളരെ പെട്ടെന്ന് ഇത് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന കോർട്ട് ഓഫ് എൻക്വയറിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും തകരാറ് സംഭവിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ബാഹ്യ ഘടകങ്ങൾക്കുണ്ടായ പോരായ്മകളാണെങ്കിൽ അതും കണ്ടെത്തണം. കാരണം അത് കണ്ടെത്തി അത് പരിഹരിച്ച് ആവശ്യമായ സാങ്കേതിക പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് മുന്നോട്ട് പോകണം. കൂടാതെ തേജസ് യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണം വേഗത്തിലാക്കുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യണം. കാരണം ദുബായ് എയർ ഷോയിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനം എത്രത്തോളം മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു സർക്കുലർ ലൂപ്പ് അഭ്യാസം തന്നെയാണ് ഇതിൻ്റെ വിംഗ് കമാൻഡറായ നമേഷ് സ്യാൽ കാണിച്ചു വെച്ചത്. ആദ്യത്തെ ലൂപ്പ് സക്സസ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. വീണ്ടും അതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുത്തനെ വിമാനം താഴേക്ക് വരുന്നു. പിന്നീട് അവിടെ നിന്ന് മുകളിലേക്ക് കുതിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ സ്പെഷ്യൽ ഡിസോറിയൻറ്റേഷൻ സംഭവിച്ചതാകാം. പൈലറ്റിൻ്റെ ഇന്ദ്രിയവും വിമാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാനവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള പ്രശ്നം. ഇതാണ് ക്വിക്കായിട്ടുണ്ടാകുന്ന, ഒരു സെക്കൻഡിലുണ്ടാകുന്ന സംഭവമാണ്. അപ്പം എജക്റ്റ് ചെയ്ത് വേണമെങ്കിൽ പൈലറ്റിന് രക്ഷപ്പെടാമായിരുന്നു. ഒരു പക്ഷേ താഴ്ന്ന ഉയരത്തിലാണ് വിമാനം എന്നുള്ളതും തലകീഴായി കുത്തനെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതും ഇതിന് പ്രതികൂലമായിട്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ഈജിപ്റ്റ്, ഫിലിപ്പൈൻസ്, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തേജസ് യുദ്ധവിമാനത്തിനായിട്ട് നമ്മളെ സമീപിച്ചതാണ്. ഒരു അപകടമുണ്ടായി എന്ന് പറഞ്ഞാൽ ഉടൻ ഈ വിമാനത്തിന് വലിയ പോരായ്മ ഉണ്ടായി എന്ന അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രതിരോധ ആയുധ ഇടപാടുകളിൽ വലിയ ഇടിവൊന്നും സംഭവിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നു എന്ന തരത്തിൽ മാധ്യമ വാർത്തകൾ പടച്ചുവിടാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളുമായിട്ട് സൈനിക ആയുധ ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ട്, നമ്മളിൽ നിന്ന് ഇവ വാങ്ങുന്നുണ്ട്. എന്തായാലും കോർട്ട് ഓഫ് എൻക്വയറി റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വന്നാൽ വിമാനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം, സാങ്കേതിക ഡേറ്റ, ഭാവിയിലെ സേവന പിന്തുണ, ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിന് സാധിക്കും. അതാണ് ഇനി മുന്നിൽ കണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ വിമാനത്തിൻ്റെ പ്രത്യേകത ആലോചിക്കണം. തേജസിന് ഏതാണ്ട് 13.2 മീറ്റർ നീളവും 4.4 മീറ്റർ വീതിയുമാണുള്ളത്.
12 ടൺ ഭാരമുണ്ട്. കൂടാതെ മണിക്കൂറിൽ 1350 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാം. ഏതാണ്ട് 5 മുതൽ 15 കിലോമീറ്റർ വരെ താഴ്ന്ന് സഞ്ചരിക്കാനും ഈ വിമാനത്തിന് സാധിക്കും. അങ്ങനെയുള്ള മികവുകൾ കണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും തേജസിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. തങ്ങൾക്കും ഇത്തരം ഒരു വിമാനം വേണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നു. 2001 ഈ തേജസ് ആദ്യമായിട്ട് നമ്മൾ പരീക്ഷണം നടത്തുന്നത്. പിന്നീട് 2016 നമ്മുടെ സേനയുടെ ഭാഗമായിട്ട് മാറി. തേജസ് മാർക്ക് 1A, തേജസ് മാർക്ക് 1 ട്രെയിനർ, ലൈറ്റ് അറ്റാക്ക് എന്നിങ്ങനെ 3 വേരിയൻറ്റിലാണ് നമ്മൾ ഈ വിമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലോകത്ത് യുദ്ധവിമാനങ്ങൾ പരിശീലന പറക്കലിനിടെയൊക്കെ തകരുന്നത് സാധാരണ സംഭവമാണ്. ഇപ്പം അമേരിക്കയുടെ F-35 ലോകത്തെ ഏറ്റവും മികച്ച വിമാനമാണ്. 29 വിമാനങ്ങൾ തകർന്നു എന്നാണ് കണക്ക്. അവരുടെ F-22 അത് 5 വിമാനങ്ങൾ തകർന്നിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ വിമാനം റഫേൽ അത് 5 എണ്ണം തകർന്നിട്ടുണ്ട്. ചൈനയുടെ JF-15 അത് 5 എണ്ണം തകർന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 2 വിമാനങ്ങൾ മാത്രമാണ് തേജസ് തകർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ യുദ്ധവിമാനത്തിന് വലിയ പോരായ്മയുണ്ട്, അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ലോക വിപണിയിലെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ കൂടി വരുന്നു. അതുകൊണ്ട് ലോക വിപണിയിൽ ആയുധങ്ങൾക്ക് വിലയേറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന യുദ്ധവിമാനത്തിന് വിലക്കുറവാണ്, ഭാരക്കുറവാണ്, സാങ്കേതിക മികവ് ഏറെയാണ്. അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇവിടെ ആകർഷിക്കപ്പെടാം. അന്താരാഷ്ട്ര തലത്തിൽ ഈ രാജ്യാന്തര തലത്തിലൊക്കെ തന്നെ ഈ ആയുധ ഇടപാടിൽ വലിയ മത്സരം നടക്കുകയാണ്. അവിടേക്ക് തേജസ് ഇടിച്ചു കയറി എന്നുള്ളത് മറ്റു പല രാജ്യങ്ങളെയും വല്ലാതെ വിഷമത്തിലാക്കുന്നു. അതുകൊണ്ടാണ് കോർട്ട് ഓഫ് എൻക്വയറി വേഗത്തിൽ നടത്തി ടെക്നിക്കൽ ഫെയിലുവർ ആണോ, ഹ്യൂമൻ എറർ ആണോ, അപ്രതീക്ഷിതമായ ബാഹ്യ ഘടകങ്ങൾക്കുണ്ടായ തകർച്ചയാണോ എന്ന് കണ്ടെത്തണം. എന്നിട്ട് സാങ്കേതികമായിട്ട് അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം എന്നൊക്കെ പറയുന്നത്. വേണമെങ്കിൽ നമ്മുടെ പൈലറ്റിന് അത് എജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ മറ്റ് രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെ VVIPകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ വിമാനം തകർന്നു വീണിരുന്നുവെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കാം. അപ്പോൾ സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ആ വിമാനത്തെ രക്ഷിക്കാൻ ഒരു പൈലറ്റ് ശ്രമിച്ചാൽ അത്രത്തോളം ആത്മവിശ്വാസം തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധവിമാനം മുകളിലേക്ക് കുതിച്ചു വരുത്താൻ കഴിയുമെന്നുള്ള അയാളുടെ പ്രതീക്ഷ, ഇതൊക്കെയാണ് നമ്മളെ ഏറെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ നമുക്ക് അനുകൂലമായ ഘടകം എന്ന് പറയുന്നത്. ഇപ്പം MiG-21 നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതിന് പകരമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ട് തേജസിനെ നമ്മൾ കൊണ്ടുവരുന്നത്. ഏതാണ്ട് 13,300 കിലോഗ്രാം പരമാവധി ഭാരവുമായിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയുന്നുണ്ട്. 97 ലൈറ്റ് കോമ്പാക്റ്റ് വിമാനങ്ങൾ വാങ്ങാനായിട്ട് തേജസ് നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തേജസിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചരണങ്ങളൊക്കെ തെറ്റാണ്. മാത്രമല്ല നമ്മളുമായി കരാർ ഒപ്പിട്ട രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അന്താരാഷ്ട്ര പ്രതിരോധ രംഗം കടുത്ത മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കുതിപ്പ് ഇനിയും തുടരാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. തേജസിനുണ്ടായ അപകടത്തിൻ്റെ കാരണം എയർഫോഴ്സ് നടത്തുന്ന കോർട്ട് ഓഫ് എൻക്വയറിയിലൂടെ വ്യക്തമാകും. അതിനുശേഷം ഇതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഭാവിയിലെ സേവന പിന്തുണ ഉറപ്പാക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ തേജസ് വീണ്ടും ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.